ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് 1/8/2025 നടന്ന ഹൈസ്കൂൾ ടീച്ചർ സാൻസ്ക്രിറ്റ് ആ ഒരു ചോദ്യ പേപ്പർ ആട്ടോ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇനി അടുത്ത് വരുന്ന HSC എക്സാംസിനൊക്കെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇപ്പം നടന്ന HSC മലയാളം, അതേപോലെ ഇപ്പോൾ ഈ ഇടുന്ന HSC സാൻസ്ക്രിറ്റ്, ഈ രണ്ട് പരീക്ഷകളിലെയും ആ ഒരു ജനറൽ ഭാഗത്തു നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആ ഒരു ആ ഒരു ഏരിയാസ്, ക്വസ്റ്റ്യൻ ഏരിയാസ് എത്രമാത്രം ഡിഫിക്കൽട്ടി ഉണ്ട്, അതേപോലെ തന്നെ ഏതൊക്കെയാണ് അവർ കൂടുതൽ എടുക്കുന്ന ടോപ്പിക്കുകൾ, അതൊക്കെ നമുക്ക് ഈ ഒരു രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്യുന്ന കുറച്ചൊക്കെ മനസ്സിലാവും. അപ്പോൾ ഇനി എഴുതുന്നവർ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകൾ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുക. അപ്പം നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് എബൌട്ട് ആർട്ടിക്കിൾ 23 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് കറക്റ്റ്. അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 23 റിലേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു കറക്റ്റായിട്ടുള്ള ആൻസേഴ്സാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അത് സി ആണ് കേട്ടോ, ഉത്തരം വരുന്നത് സി ആണ്. ഓൺലി എ ഈസ് കറക്റ്റ്. അപ്പോൾ ഇതില്ലേ പ്രൊവിഷണൽ ആൻസർ കീ ആട്ടോ, അത് ശ്രദ്ധിക്കണം നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് നോക്കണമെങ്കിൽ ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഒന്നും കൂടി നോക്കാം. അപ്പോൾ ഓൺലി എ ഈസ് ദ കറക്റ്റ് ആൻസർ. അതായത് ഡീൽസ് വിത്ത് ദ പ്രൊഹിബിഷൻ ഓഫ് ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീങ്സ് ആർ ഫോഴ്സ്ഡ് ലേബർ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ബാക്കിയൊന്നും നോക്കണ്ട. ഓക്കെ, അടുത്തത് വിച്ച് ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ആർട്ടിക്കിൾ 55 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് കറക്റ്റ്. ആർട്ടിക്കിൾ 55 എന്ന് പറയുന്നത് ഓൺലി 3 മാത്രമാണ് വരുന്നത്. അതായത് ഇറ്റ് ഡീൽസ് വിത്ത് ദ മാനർ ഓഫ് ഇലക്ഷൻ ഓഫ് ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ആർട്ടിക്കിൾ 55 ഒക്കെ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആ ഏരിയാസൊക്കെ ഒന്ന് നോക്കുക. പിന്നെ ഓപ്ഷൻസും കൂടി ഒന്ന് നോക്കി വെക്കുക എല്ലാത്തിൻ്റെ. ഇതിപ്പോൾ ഞാൻ കറക്റ്റ് ആൻസർ മാത്രമേ പറയുന്നുള്ളൂ. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് എബൌട്ട് ആർട്ടിക്കിൾ 310 1 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് കറക്റ്റ്. അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ ആർട്ടിക്കിൾ 310 കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എ ആണ്, ഓൺലി 1 ഈസ് കറക്റ്റ്. കുറച്ച് ഡിഫിക്കൽട്ടി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആട്ടോ ഇത്. ആൻ എംപ്ലോയി ഓഫ് ദ ഗവൺമെൻറ് ഇൻ ദ സിവിൽ സർവീസ് ഓർ ഡിഫൻസ് സർവീസ് ഹോൾഡ് ഹിസ് ഓഫീസ് ഡ്യൂറിങ് ദ പ്ലഷർ ഓഫ് ദ പ്രസിഡൻറ്റ് ഓർ ഗവർണർ. അതാണ് ഇതിൽ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ആർട്ടിക്കിളിൻ്റെ ഭാഗത്തു നിന്നൊക്കെ അത്യാവശ്യം നല്ല റെയർ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 4ാമത്തത്. വി ഡിക്ലെയർ അവർ ഡിറ്റർമിനേഷൻ ടു എലിമിനേറ്റ് hunger and to reduce all forms of malnutrition. Hunger and malnutrition are unacceptable in a world that has both the knowledge and the resources to end this human catastrophe. We recognize that access to nutritionally adequate and safe food is a right of each individual. We recognize that globally there is enough food for all and that inequitable access is the മെയിൻ പ്രോബ്ലം. ഇത് ഏത് പ്രഖ്യാപനത്തിൽ ആണ് ഇത്തരത്തിലുള്ള ഒരു ഡിക്ലറേഷൻ പറയുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 3ാമത്തതാണ് ആൻസർ. വേൾഡ് ഡിക്ലറേഷൻ ഓൺ ന്യൂട്രീഷൻ, ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഓൺ ന്യൂട്രീഷൻ, റോം, ഇറ്റലി, 11 ഡിസംബർ 1992. അപ്പോൾ അത് സി ആണ് ആൻസർ കേട്ടോ. 3ാമത്തതാണ് ആൻസർ. അപ്പോൾ ഇത്തരത്തിൽ വളരെ എന്താ പറയുക, ആധികാരികമായൊക്കെ തന്നെയാണ് ചോദ്യങ്ങൾ ഇട്ടിട്ടുള്ളത്. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. അപ്പോൾ അത് സി ആണ് ആൻസർ. എല്ലാം കറക്റ്റാണ്, അതുകൊണ്ട് എല്ലാം വായിക്കാം. P.K. Chatan Master was the first minister for local self-government and Harijan welfare of the state of Kerala. Chatan Master was elected to the first Kerala Legislative Assembly from Chalakkudi Reserved constituency as a Communist Party member.
ഇൻ ദ 4th and 5th KL he represented Kilumannur constituency. അപ്പോൾ അത് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 1, 2, 3 എല്ലാം കറക്റ്റാണ്. ആറാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് മിതവാദി സി കൃഷ്ണൻ ആർ കറക്റ്റ്. അപ്പോൾ ഈ സി കൃഷ്ണൻ ഒക്കെ എപ്പോഴും ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ നന്നായിട്ട് പഠിക്കണം. ഡി ആണ് ഉത്തരം, 2, 3. അപ്പോൾ ഒന്നും ഞാൻ പറയുന്നില്ല, 2, 3 നമുക്ക് പറയാം. He purchased the ownership of Midawadi in 1913. He severely criticized M.K. Gandhi's non-cooperation movement and civil disobedience movement through Midawadi. അതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ്. താഴെ തന്നിരിക്കുന്നതിൽ ഇൻകറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുമ്പോൾ കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ എന്ന് ആദ്യം ഒന്ന് അണ്ടർലൈൻ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത് മാറിപ്പോവാം. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇൻകറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ട് എല്ലാം ഓളാണ്. ഓള് വരുമ്പോൾ 1, 2, 3 എല്ലാം എന്താണ് തെറ്റായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാനത് വായിക്കുന്നില്ല, കാരണം വായിക്കാത്ത വേറൊന്നുമല്ല, നമ്മളത് പഠിച്ചു വെക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 8, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. ജൊഹാൻ ഏർണസ്റ്റ് ഹാൻസ്ലീഡൻ 1681 to 1732 compiled the earliest grammar book of Malayalam language. Robert Drummond was the first British-born grammarian of Malayalam language. Rao Bahadur O.M. Cherian is the author of Haindava Dharma Sudhakaram. അപ്പോൾ ഇതിലെല്ലാം ശരിയായിട്ടാണ് പറയുന്നത്, 1, 2, 3 ഒക്കെ ശരിയാണ് കേട്ടോ. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. അടുത്തത് 9ാമത്തെ ചോദ്യം, വിച്ച് അമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. അത് ഓപ്ഷൻ സി ആണ് കറക്റ്റ്. 1, 2, 4 കറക്റ്റാണ്, 3 റോങ് ആണ്. അപ്പോൾ നമുക്ക് 3 നോക്കണ്ട, 1 നോക്കാം. ഫോർ ദ ഡിസമിനേഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി had marked sum of rupees 1 lakh in the Charter Act 1830. പിന്നെ വരുന്നത് എന്താണ്, 1, 2 ആണ്. 2 എന്ന് പറയുമ്പോൾ ദ ഫൗണ്ടേഷൻ ഓഫ് മോഡേൺ എഡ്യൂക്കേഷൻ ഇൻ ട്രാവൻകൂർ കമൻസ്ഡ് വിത്ത് ദ വിസിറ്റ് ഓഫ് ദ മഹാരാജ ടു നാഗർകോവിൽ ഇൻ 1834. അടുത്ത ലാസ്റ്റ് ഓപ്ഷൻ 4ാമത്തത്, ശങ്കര ശുഭ അയ്യർ വാസ് ദ ഫസ്റ്റ് ഡയറക്ടർ ഓഫ് വെർണാക്കുലർ എഡ്യൂക്കേഷൻ ഇൻ ട്രാവൻകൂർ. ഒരു ചോദ്യം കൂടി നമുക്ക് നോക്കാം, 10ാമത്തത്, വിച്ച് എമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ദ മലയാളി മെമ്മോറിയൽ കറക്റ്റ്. അപ്പോൾ മലയാളി മെമ്മോറിയലൊക്കെ എപ്പോഴും ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കി. അപ്പോൾ എല്ലാം കറക്റ്റാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓൺ January 1, 1891 ദ പെറ്റീഷൻ സൈൻഡ് എത്ര പേരാണ്, 10,028 അല്ലേ. പേഴ്സൺ ബിലോങ്ങിങ് ടു ഓൾ കാസ്റ്റ് ആൻഡ് ക്രീഡ്സ് വാസ് പ്രസൻറ്റഡ് ടു മഹാരാജ ശ്രീമൂലം തിരുനാൾ. ഇറ്റ് വാസ് ഡ്രാഫ്റ്റഡ് KP ശങ്കരമേനോൻ ഓഫ് മദ്രാസ് ബാർ, GP Pillai and others. The explanatory memorial was later submitted to the Maharaja on July 3, 1891. It was formally presented by a 6-man delegation comprised of GK Pillai, KP Padmanabha Menon, MK Padmanabha Pillai, Siriyak Nidiri, Kavalam Neelakanda Pillai and Shivan Pillai. അപ്പോൾ എല്ലാ ഉത്തരവും കറക്റ്റാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇത്രയും മതി കേട്ടോ.